മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവ. കർത്താവുതൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. അതെ, ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ സുദിനമാണ്. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാ. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ പ്രഭാതത്തിലും ഒരിക്കൽ കൂടി സാവകാശം ഒരുക്കി. ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം ആമേൻ, ഈ ദിനങ്ങളിലൊക്കെയും നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും അനേകർക്ക് വളരെ ആശ്വാസമായി ഭവിക്കുന്നുണ്ട്. അനേക ഹൃദയങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ട് അനേകർ എന്നെ വിളിക്കുന്നുണ്ട്. ആമേൻ, അവർക്ക് ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വന്ന് സാക്ഷ്യം പറയുവാനും ആമേൻ ഇതിന്റെ അകത്ത് ഭാഗവാക്കാകുവാനും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അനേകർ എന്നെ വിളിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് പ്രിയ പ്രേക്ഷകരെ, നമ്മോടൊത്ത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ശോശാമ ജോൺ നമ്മോടൊത്ത് US നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇന്ന് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ആമേൻ തന്റെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഒന്നൊന്നായി നമ്മോട് പങ്കിടുന്നത് നമുക്കേറെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അതിശക്തമായി കരങ്ങളിൽ വഹിക്കണമേ. അങ്ങ് തന്റെ നാവായി വായായി കൂടെ ഇരിക്കണമേ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും കർത്താവെ സകല ജനവും കാണുക ഇന്ന് താൻ ഘോഷിക്കേണ്ടതിന് ആമേൻ കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികില്ല. അത്രമാത്രം അവിടെ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകയാൽ അങ്ങയുടെ അഭിഷിക്തിയെ ആമേൻ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, നന്മകളാൽ നിറച്ചാട്ടെ. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ തുടക്കം തൊട്ട് ഒടുക്കം വരെയും കർത്തദാസിയുടെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആമേൻ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസിയെ ആമേൻ. പ്രൈസ് ലോർഡ് ആന്റി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ, തന്റെ ബാല്യകാല സ്മരണകൾ, കർത്താവിലേക്ക് ആമേൻ വിളിച്ച് വേർതിരിക്കപ്പെടുവാനുണ്ടായ കാരണങ്ങൾ, കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങളെയൊക്കെ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പങ്കിടുവാൻ ആമേൻ അവസരമുണ്ട്. കർത്താവിന്റെ ദാസി അതിനായിട്ട് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് തന്റെ സാക്ഷ്യങ്ങൾ തുടരാമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന ജീവിതത്തെ തിരിച്ചറിയുവാൻ ദൈവം തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്താ ഞാൻ ഇന്നായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ ഒന്ന് മാത്രമാണ് ഓർത്ത് നന്ദിയോടെ സ്തോത്രം.
എനിക്ക് പല കുറവുകളുണ്ട് എൻ്റെ ശരീരത്തിൽ. എനിക്ക് ഓർമ്മക്കുറവ്, കോൺസെൻട്രേഷൻ പ്രോബ്ലം, വാക്ക് കിട്ടാത്ത പ്രോബ്ലം, അങ്ങനെ പല കുറവുണ്ട്. എന്തെങ്കിലും വന്നു പോയെങ്കിൽ, അപാകതകൾ വന്നു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വിശേഷിയാല് ദൈവനാമ മഹത്വത്തിനല്ലാതെ ഒന്നും ഒരു വാക്കുപോലും എന്നിൽ വരരുതെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ പേര് ശോശാമ ജോൺ. ഞാൻ അമേരിക്കയിൽ ഹൂസ്റ്റണിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും പെൺമക്കളുമുണ്ട്. കൊച്ചുമകൾ എൻ്റെ കൂടെ താമസിക്കുന്നു. മൂത്ത മകള് ഇവിടുന്ന് ഒരു 30 മൈൽ അകലെയാണ് താമസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം എത്രത്തോളം എന്നെ നടത്തി ഞാൻ ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. വളരെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച്, അവരുടെ അനുഭവങ്ങൾ കുറച്ചൊക്കെ അല്പമായിട്ടൊന്ന് പറയാം. എൻ്റെ മാതാവും പിതാവും യാക്കോബ വിശ്വാസത്തിലുള്ളവരായിരുന്നു. എൻ്റെ അമ്മ ചെറുപ്പം മുതലേ, എൻ്റെ വല്യപ്പച്ചൻ, അമ്മയുടെ പിതാവ്, ചെറുപ്പം മുതലേ യാക്കോബയിലായിരുന്നെങ്കിലും ബൈബിളൊക്കെ സുലഭമല്ലായിരുന്ന ആ കാലങ്ങളില് ബൈബിളും കൊണ്ട് പോയി അനേക രോഗികളുടെ അടുത്ത് പോയി ബൈബിള് വായിച്ച് കേൾപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഉള്ള ഒരു അനുഭവമായിരുന്നു. അമ്മയാണെങ്കിലും അപ്പച്ചൻ കൊണ്ടുവരുന്ന ഈ മാഗസിൻ, ബിബ്ലിക്കലായിട്ടുള്ള മാഗസീനും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് ചെറുപ്പം മുതലേ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളരുവാൻ ദൈവം ഇടയാക്കി. 18-ാമത്തെ വയസ്സിൽ അമ്മയെ വിവാഹം കഴിപ്പിച്ചു. അതിനു മുമ്പായിട്ട് അമ്മയുടെ മൂത്ത സഹോദരി, അമ്മയ്ക്ക് 4 വയസ്സുള്ളപ്പം 22 വയസ്സായ അമ്മയുടെ മൂത്ത സഹോദരി മരിച്ചുപോയി. പിന്നെ 3 ആങ്ങളമാർക്ക് ഏറ്റവും ഇളയ പെങ്ങളായിട്ടാണ് എൻ്റെ അമ്മ ആയിരുന്നത്. വലിയ ദൈവകൃപയില് കർത്താവ് നടത്തി എന്നല്ലാതെ അമ്മയെ വളരെ സാമ്പത്തിക ഭദ്രതയും സഹോദരന്മാരും ഒക്കെ ഉള്ള കുടുംബം നോക്കി കല്യാണം കഴിപ്പിച്ചു ദൈവകൃപയാൽ. ആന്റി ഒരു സെക്കൻഡ്, അമ്മ മൊബൈലിലേക്ക് നോക്കി പറയാമോ? തല മേളിലേക്ക് ആക്കാതെ മൊബൈലിലേക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് പറ. എന്റെ മുഖത്തോട്ട് നോക്കിക്കോ ആന്റി. ഓക്കെ, അത് എഡിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കർത്താവിന്റെ കൃപയാല് അങ്ങനെ വിവാഹം കഴിഞ്ഞു. എൻ്റെ അപ്പച്ചനും അവർ യാക്കോബായി തന്നെയായിരുന്നു. അമ്മ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ദൈവസന്നിധിയിലായി. പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് ജോർജ് അച്ഛൻ്റെ പ്രസംഗം കേട്ടാണ് അമ്മ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട ആ നാളുകളിൽ PM ഫിലിപ്പ് സാറും പിന്നെ ശോശാമ്മ സന്യാസിനെയൊക്കെ ഞങ്ങളുടെ ദേശത്ത് വന്ന് സുവിശേഷം അറിയിച്ചിരുന്നു. അന്ന് അമ്മ കർത്താവിനെ സ്നാനപ്പെടുവാൻ താല്പര്യപ്പെട്ടു. അന്നേരം അപ്പച്ചൻ എതിർത്തു. കാരണം ഞാനൊരു യാക്കോബക്കാരത്തിയെ കല്യാണം കഴിച്ചത്, ഒരു പെന്തിക്കോസുകാരത്തി എനിക്ക് വേണ്ട, എൻ്റെ 4 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് എനിക്കുണ്ട്, പിന്നെ എനിക്ക് പെന്തിക്കോസുകാരുടെ ഒന്നും വേണ്ട, ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് അവർ തമ്മിൽ വളരെ രാത്രി ഒരു 2 മണി വരെ അവര് സംസാരിച്ച്. അപ്പൊ അമ്മയോട് ദൈവാത്മാവ് സംസാരിച്ചു, നീ നിന്റെ ഭർത്താവിനെ കേട്ട്, ഭർത്താവിന്റെ വാക്ക് കേട്ട് എന്നെ ഉപേക്ഷിച്ചാൽ നിന്റെ ഭർത്താവിന്റെ ജീവൻ എൻ്റെ കയ്യിലിരിക്കുന്നു, ഞാൻ അവന്റെ ജീവനെ എടുത്താൽ നീ എന്ത് ചെയ്യും എന്ന്. അന്നേരം അമ്മ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്തു വന്നാലും ഞാൻ ഈ ദൈവത്തെ വിട്ടു പോകത്തില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് 3 പേരുണ്ടെന്നും, ഞങ്ങൾ 8 പേരാ ടോട്ടലി, അതിലെ 3 പേര് അന്നുണ്ടായിരുന്നു. അന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ആശ്രമത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് രാത്രി 2 മണി വരെ ഇങ്ങനെ പറഞ്ഞ്, രാവിലെ ഇതിനൊരു തീരുമാനം രാവിലെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ രാത്രി വെളുപ്പിന് ഒരു 5 മണിക്ക് അമ്മ ഒരു ദർശനം കാണുകയാണ്. കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരാള് മുകളിൽ നിന്ന് താഴോട്ട്, ഒരു വെള്ളവസ്ത്രധാരിയായ ഒരാള് മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് അമ്മയോട് ഒരു വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരുവഴുതിന് താമസം ഏതരയില്ല. അമ്മ നോക്കി നിൽക്കുമ്പോൾ ആ ആൾക്ക് കാലിന് അല്പം സ്വാധീനക്കുറവുണ്ട്. അപ്പം കർത്താവിന് ഊനമില്ലാത്തതാണല്ലോ, ഇതെന്താ ഇങ്ങനെ കണ്ടെന്നോർത്തു. എനിവേ ദൈവം ആ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ അപ്പച്ചനെ പഠിപ്പിച്ച ഒരു സാറ് അവിടെ എന്തോ ഞങ്ങളുടെ ഭവനത്തിൽ എന്തോ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ ഞങ്ങളുടെ ഏരിയയിൽ വന്നത് ആക്ച്വലി എൻ്റെ മാവിയുടെ വീട്ടിലോട്ടാ.
അവിടെ ബ്രദറുകാരായിരുന്നു, അവിടോട്ടാ വന്നേ. അന്നേരം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സഹായത്തിനുള്ള സഹോദരി ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാ. അപ്പൊ അവിടുത്തെ അമ്മച്ചി അപ്പച്ചനൂടെ വെല്ലൂർക്ക് ട്രീറ്റ്മെന്റിന് പോയേക്കുവാ. അതുകൊണ്ട് അവിടുത്തെ മിറ്റമൊക്കെ അടിക്കാനായിട്ട് ഈ സഹോദരി അവിടോട്ട് വിട്ടേക്കുവാ. അന്നേരം അവിടെ ചെന്നപ്പം അപ്പച്ചൻ പറഞ്ഞു, അയ്യോ സാറേ ഇവിടെയല്ല, കുഞ്ഞച്ചന്റെ എവിടാ പോകണ്ടേന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് വിട്ടു. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചനെ പഠിപ്പിച്ച സാറോടെ ആയപ്പം ദൈവവചനം എല്ലാം നന്നായി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് കുറെ ദിവസങ്ങളിൽ അപ്പച്ചൻ ഇങ്ങനെ ക്വസ്റ്റ്യനാ, സംഗമ പറയുന്ന ദൈവമാണോ ജീവനുള്ള ദൈവം, അതറിയണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത 2 വീട് അപ്പുറമുള്ള ഒരു വീടിന്റെ അതിലെ വഴിയെ നടന്നു പോകും. അപ്പൊ അവർക്കൊരു പറങ്കിമാവ് ഇങ്ങനെ വഴിയിലോട്ട് ചായഞ്ഞുണ്ട്. തങ്കമ്മ പറയുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമെങ്കിൽ ഈ പറങ്കിമാങ്ങ താഴെ വീഴണമെന്ന്. അപ്പച്ചൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിനും താഴെ വീണു. അപ്പൊ ഇതിനകത്തൊക്കെ എന്തോ ഉണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ ദൈവഭാഗത്ത് വന്ന് 2 പേരും ഒന്നിച്ച് സ്നാനപ്പെടാനിടയായി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന്റെ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലാ സ്നാനപ്പെട്ടത്. വേമ്പൽപ്പ് സാറും സന്യാസിനൊക്കെ വന്നെങ്കിലും എൻ്റെ മാവിയും മാവനും ബ്രദറിലായതുകൊണ്ട് ഒരു കുടുംബത്തിൽ എത്ര പേരാ എന്നും പറഞ്ഞ് എത്ര വിശ്വാസമാണെന്നും പറഞ്ഞ് ബ്രദറിൽ പോയപ്പോ അമ്മ പറഞ്ഞതുപോലെ ഈ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞ് 4 തലമുറയ്ക്ക് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞു, കർത്താവ് എന്തൊരു അഹങ്കാര വർത്തമാനം പറയുന്നേ, ഒരാളുടെ ജീവൻ പോയാല് ഇതെല്ലാം പോയല്ലോ കർത്താവ്, ഈ പണം കളഞ്ഞ ദൈവഭാഗത്ത് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഈ വിശ്വാസത്തിൽ വന്നെങ്കിലും ഞങ്ങൾ ബ്രദറിൽ പോയപ്പോഴത്തേക്കിന് ഓരോന്നോരോന്നായിട്ട് പണം കുറയാൻ തുടങ്ങി. ഞങ്ങൾ പിള്ളേരെ 8 പേരും ആയി. അന്നേരം പിന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം, ചെമ്പ്, ഉരുളി എല്ലാം വിറ്റു. 3-4 ഞങ്ങൾ താമസിക്കുന്നു അടുത്തുള്ള ഒരു പറമ്പും അല്ലാത്ത ബാക്കി 3-4 സ്ഥലത്തെ വസ്തുക്കൾ വിറ്റു, എല്ലാം പോയി. അങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുമ്പോഴ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ പിന്നെ ഞങ്ങൾ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നു. അതൊരു ഒരു ചെറിയ കൂട്ടായ്മയാണ്. എന്നാൽ അവിടെ വളരെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾ കാണാനിടയായി. അങ്ങനെയാണ് അപ്പച്ചൻ വിശ്വാസത്തിൽ വന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഒരിക്കൽ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു അപ്പച്ചൻ ഒരിക്കൽ നിന്നോണ്ട് പറയുന്നു, അവിടെ പെന്തക്കോസ്തുകാർ ഭയങ്കര ബഹളമാണെന്ന് പറയുന്ന കേട്ടിരുന്നു. അപ്പൊ ഞാൻ ഉടനെ അവിടെ നിന്നുകൊണ്ട് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ നമുക്കറിയത്തില്ലാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്. ഉടനെ അപ്പച്ചൻ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ ഞാൻ അറിയാതെ പറഞ്ഞതാ, എന്നോട് ക്ഷമിക്കണേന്ന്. അങ്ങനെ ഈ 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നപ്പം ഭൂതങ്ങളെ പുറത്താക്കുന്നത്, രോഗശാന്തി, അനേക കാര്യങ്ങൾ നേരത്തെ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ദൈവാലോചന അറിയിക്കുന്നു. അതനുസരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ വിടുതൽ ലഭിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പം പെന്തക്കോസ്തിന്റെ അനുഭവത്തിലായ അപ്പച്ചൻ ഒരു ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കുമായിരുന്നു. ഒരു ദിവസം മക്കൾക്ക് വേണ്ടി, ഒരു ദിവസം ചർച്ചിലെ എല്ലാവരുടെയും വിഷയങ്ങൾക്ക് വേണ്ടി, ഒന്ന് പൊതുവായിട്ടുള്ള വിഷയം. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം 8 മണിക്കേ പിന്നെ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒക്ടോബറിൽ അപ്പച്ചൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. ഒരു ഒക്ടോബറിൽ 98 ഒക്ടോബറിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപവാസം നടക്കുന്ന സമയത്ത് അപ്പച്ചനോട് ദൈവാത്മാവ് പറഞ്ഞു, മകനെ നിന്നെ എൻ്റെ ആത്മാവിനാൽ നിറച്ചല്ലാതെ നിന്നെ ഈ ലോകത്തിൽ നിന്ന് എടുക്കത്തില്ല. അങ്ങനെ അപ്പച്ചൻ പിന്നെ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ ഡിസംബർ 19-ാം തീയതി അപ്പച്ചൻ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ച അന്ന് തന്നെ ദൈവാലോചന അറിയിച്ചു, മകനെ നീ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജനത്തിന്റെ മധ്യത്തിൽ ഞാൻ നിന്നെ എടുക്കും. അപ്പം നീ എന്നോട് ചേരും, സമയം എന്നോട് ചോദിക്കരുത്, നീ അതിനായിട്ട് ഒരുങ്ങിക്കൊള്ളാം, നിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഞാൻ ഏറ്റുകൊള്ളാം, നീ അതിനു വേണ്ടി ഭാരപ്പെടണ്ട, എൻ്റെ സാക്ഷി, നിനക്കുള്ള ചുരുക്കം സമയങ്ങൾ നീ എൻ്റെ സാക്ഷിയാകും. അപ്പൊ അപ്പച്ചന്റെ വീടുകളിലെല്ലാം കയറി പലരോടും പറഞ്ഞു. അവിടെ പോയടത്തെല്ലാം പിന്നെ കർത്താവ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയാനില്ല, നിങ്ങളോട് ഞാൻ പറയാനുള്ളത് പറയുകയാണെന്നും പറഞ്ഞ് എല്ലായിടത്തും പോയി. ജനുവരി 8-ാം തീയതി 89 ജനുവരിയില് അപ്പച്ചന് ജനുവരി 7-ാം തീയതി അപ്പച്ചന് ഒരു വെളുപ്പിന് എഴുന്നേറ്റ് ചർച്ചിൽ പോകാൻ, അന്നൊരു പാഷൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ പാഷനും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം പോയി മേടിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ അപ്പച്ചനും അമ്മയും
ആ പ്രാവശ്യം കൂടെ മീറ്റിങ്ങിന് പോയി. അത് 2 സഭ കൂടി ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ വെച്ച് അപ്പച്ചൻ സാക്ഷി പറഞ്ഞു. അപ്പച്ചൻ സാക്ഷി പറഞ്ഞെങ്കിലും ഈ ചെറുപ്പം തൊട്ട് കർത്താവ് നടത്തിയത് എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഓർത്ത്, എൻ്റെ ദൈവമേ, ഈ നേരെയില്ലാത്ത നേരത്തെ ഇതെല്ലാം എന്തിനാ പറയുന്നെന്ന്. ആ പക്ഷെങ്കിൽ അപ്പച്ചൻ അത് പറഞ്ഞേച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ കർത്താവ് ഇപ്പൊ എന്നെ വിളിച്ചാലും ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയും ദൈവസന്നിധി ചേർക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ അപ്പച്ചൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാനാണെങ്കിൽ എൻ്റെ അമ്മയും അപ്പച്ചനും വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ ആദ്യം ഉണ്ടായ മോളാണ് ഞാൻ. അപ്പം അതിനു വേണ്ടിയാണ് ശോശാമ സന്യാസിനെ ഉള്ള ആ സന്തോഷവും, അതുപോലെ എൻ്റെ മാവിക്ക് മക്കളും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ശോശാമ എന്നുള്ള പേരിട്ടത്. ഞാനും പിന്നെ വേർപാടിലായിരുന്നെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ മീറ്റിങ്ങുകൾക്ക് കടന്നു പോകും. എപ്പോഴും എനിക്ക് ഉത്സാഹമാണ് മീറ്റിങ്ങുകൾക്ക് കടന്നു പോകാനൊക്കെ. എന്നാ പിന്നെ ഞാൻ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ബ്രദറിലെ സൺഡേ സ്കൂളിൽ പോകണമെങ്കിൽ 3-4 കിലോമീറ്റർ നടന്നു പോകണം. അപ്പൊ അനിയത്തിമാരെ എല്ലാം കൊണ്ട് പോയി അവിടെ പോയി ആരാധനയും കഴിഞ്ഞ് ചില സമയത്ത് നേരത്തെ ഇങ്ങ് പോരും. പിള്ളേരെ കൊച്ചനിയത്തിയൊക്കെ തീരെ കുഞ്ഞാണ്. അപ്പൊ അവരെ കൊണ്ട് ചിലപ്പോ ഇങ്ങ് വന്നാൽ ഉച്ച കഴിഞ്ഞ് മർത്തോമയിലെ സൺഡേ സ്കൂൾ പോകും. അങ്ങനെ എവിടെയെല്ലാം അവസരം കിട്ടുന്നു അവിടെ എല്ലാം ഇങ്ങനെ പോകുമായിരുന്നു. എന്നാൽ ഈ ബെന്തക്കോസിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 9ാം ക്ലാസ്. അപ്പൊ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കിന് നേഴ്സിങ്ങിനാണ് പോയി. അവിടെ നേഴ്സിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് അവിടെ സൺഡേ മാത്രമേ പോകാൻ ഒക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് 9 മണിക്ക് മുമ്പായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ സൺഡേ മാത്രമേ മീറ്റിങ്ങിനൊക്കെ പോകാറുള്ളൂ. അങ്ങനെ ദൈവകൃപയാൽ ഓരോ ദിവസവും കർത്താവ് നടത്തി. ഒരു ദൈവവേദലായിട്ട് ജീവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ 80-ല് യമനിൽ പോയി നേഴ്സായിട്ട് 2 വർഷം അവിടെ ജോലി ചെയ്തു. 82-ൽ എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഹസ്ബൻഡ് അന്നേരം ദുബൈയില് ബാങ്കിൽ ജോലിയാണ്. എനിക്ക് ബാങ്ക് ജോലിക്കാരനെ ഇഷ്ടമല്ലായിരുന്നു. ഒന്നുകിൽ നാട്ടില് അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരെ വേണ്ടിയെന്ന എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവഹിതമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിനു വേണ്ടി സമർപ്പിച്ചു. എൻ്റെ ഹസ്ബൻഡിന്റെ പിതാവ് തനിക്ക് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് തൻ്റെ വീതമോ ഒന്നും മേടിക്കാതെ ഒന്നുമില്ലാത്തവനായിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ ഇറങ്ങിയതാണ്. കർത്താവിന്റെ മാനിച്ച് ദൈവഹിത പ്രകാരം ജീവിപ്പാനായിട്ട് അമ്മച്ചി കുഞ്ഞുങ്ങളെ വളർത്തി. അങ്ങനെ 2 സഹോദരിമാരായിരുന്നു, ഒരാണും 2 പെണ്ണും. എൻ്റെ ഹസ്ബൻഡിന്റെ 7ാമത്തെ വയസ്സിലാണ് അപ്പച്ചൻ മരിക്കുന്നത്, ഡയബറ്റീസ് ആയിക്കൊണ്ട്. പിന്നെ 2 സഹോദരിമാരിൽ ഒരു സഹോദരിയും 88-ൽ മരിച്ചു. കാരണം അമ്മച്ചിക്ക് ഇങ്ങനെ വലിവ് കൂടുതലുള്ളപ്പോൾ ഈ സഹോദരി പറയുമായിരുന്നു, അമ്മ മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണില്ല, അതിനു മുമ്പ് എനിക്ക് പോകണം. അങ്ങനെ പ്രാർത്ഥിച്ച് പുള്ളിക്കാർത്തി എന്നും പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും എല്ലാ വർഷവും മിക്കവാറും ഞാൻ പോകും. ഹസ്ബൻഡിന് എവരി 2 years ലീവ് ഉള്ളത്. ഞാനെല്ലാ പ്രാവശ്യം ഞാനിങ്ങനെ തലേ തുണി ഇട്ടുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഞാൻ വല്ലതും ചെയ്ത് പറഞ്ഞിട്ടാണോ? അന്നേരം പറഞ്ഞില്ല, അമ്മമ്മ കണ്ടില്ലേ എൻ്റെ തലേ തുണി കിടക്കുന്ന, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ബ്രീതിങ്ങിന് പ്രോബ്ലം ഉണ്ടായി. അപ്പൊ അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞു, അമ്മച്ചി കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ പോവുക, യേശുവെ എന്നെ വിശുദ്ധീകരിച്ചെടുത്തോണേ എന്ന് പറയുകയും ജീവൻ പോവുകയും ചെയ്തു. അങ്ങനെ കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. പിന്നെ ഇപ്പൊ അവർ 2 പേരാണ്. ദൈവകൃപയാല് അങ്ങനെ ജീവിച്ചു വരിക. 82-ൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 85-ൽ മൂത്ത മോളുണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ബ്ലീഡിങ്ങിന്റെ പ്രശ്നം തുടങ്ങി. കുറേശ്ശെ കൂടി വന്നു. 2ാമത്തെ മോളൂടെ ആയപ്പോഴത്തേക്കിന് നല്ലപോലെ 93 ആയപ്പോഴത്തേക്കിന് എൻ്റെ ഹീമോഗ്ലോബിൻ അങ്ങ് തീരെ, എൻ്റെ കൺപോള നോക്കിയാൽ ഒരു തുള്ളി ഡ്രോപ്പ് പോലും ബ്ലഡ് പോലും ഇല്ല. ഞാൻ അന്നേരം ഒരു ക്ലിനിക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലിനിക്കില് എനിക്ക് ക്രോസ് ചെയ്ത് നടന്നു പോകാനേ ഉള്ളൂ. 10-15 മിനിറ്റ് കൊണ്ട് നടന്നു പോകും. പക്ഷെ ഇടയ്ക്ക് 2-3 ഹെവി ട്രാഫിക് ഉള്ള സ്ഥലം ക്രോസ് ചെയ്യണം. അപ്പം ഞാൻ അന്നേരം കർത്താവ് എനിക്ക് പതുക്കെ നടക്കാനൊക്കത്തുള്ളൂ. അന്നേരം ഇങ്ങനെ നെഞ്ചിടിപ്പുണ്ട്, കാരണം ഹീമോഗ്ലോബിൻ തീരെ കുറവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ കൈ പിടിച്ചോണേ, വഴി വീഴാൻ ഇടയാകല്ലേ. അങ്ങനെ അതിലും കർത്താവ് നടത്തി. ഞാൻ ക്ലിനിക്കിൽ ചെല്ലുമ്പോഴത്തേക്കും ചിലരൊക്കെ, എന്നെ അറിയുന്നവരൊക്കെ നേരത്തെ വന്നിച്ച് ഇതെന്താ പറ്റിയ അറബി പെൺപിള്ളേർ എന്നോട് വന്ന് പറയും, നിനക്ക് അയൺ വേണോ?
എനിവേ ഞാൻ മരുന്നെടുക്കത്തില്ലെന്ന് തീരുമാനമൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് എന്തോ ഒരു ധൈര്യം തന്ന്. ആക്ച്വലി അന്ന് ദുബൈയിൽ ക്ലിനിക്കിൽ പോയാൽ ഫീസ് ഫ്രീ ആയിട്ട് പോകാം. അത് തന്നെയല്ല, ഹസ്ബൻഡിന്റെ ബാങ്കിന്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അൽസഹറ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. പക്ഷെ എനിക്ക് ദൈവം ഒരു ധൈര്യം തന്നു, ഞാൻ ഏതായാലും മരുന്നെടുക്കുന്നില്ല. അങ്ങനെ 94 ഒരു കർത്തദാസൻ പ്രാർത്ഥിച്ചു. എനിക്ക് അതിന് ഒരു ആശ്വാസമുണ്ടായി. നല്ല കുറവുണ്ടായിരുന്നു, എന്നാലും പൂർണ്ണമായിട്ട് വിടുതലായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 99 ഞാനിവിടെ വരുമ്പം എൻ്റെ ഹീമോഗ്ലോബിൻ 7 ആയി. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് 99 വന്നെങ്കിലും 2002 വരെ എൻ്റെ നേഴ്സിങ്ങിന്റെ പേപ്പർ ഒന്ന് മാറ്റി ഒന്ന് മാറി അത് ശരിയായിട്ടില്ല. അപ്പം എൻ്റെ ബോംബെയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരത്തി അതിനെല്ലാം എന്നെ സഹായിച്ചു. അവളെപ്പോഴും നീ എന്ത് പ്രശ്നം എത്രയാണേലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവൾ എനിക്കൊക്കെ ചെയ്തു തന്നു. അങ്ങനെ 2002 ആയപ്പോൾ ഞാൻ നേഴ്സിംഗ് ഇവിടെ RN പാസ്സായി. 2003 ഒക്ടോബറിൽ ഞങ്ങൾ ഈ വീട് മേടിച്ച് ഇവിടോട്ട് താമസം മാറ്റി. അന്ന് ഇവിടെ ഒരു പ്രാർത്ഥനയൊക്കെ വെച്ച് ഒക്ടോബർ 26 ഞങ്ങൾ ഇങ്ങോട്ട് മാറി 3 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത മാമോഗ്രാമമാണ്. എൻ്റെ വീട് മേടിച്ച് കാരണം 2 പേരുടെയും കൂടെ ഇത് കൊടുത്താലേ ഞങ്ങൾക്ക് പേയ്മെന്റ് കൊടുത്തു തീർക്കാനൊക്കെ ഉള്ളൂ. പക്ഷെങ്കിൽ അന്നേരം പിന്നെ അവർ ലംബക്ടമി ചെയ്തിട്ട് റേഡിയേഷൻ തന്നു, 30 റേഡിയേഷൻ അന്ന് തന്നു. അങ്ങനെ ഞാൻ ജോലിയും ചെയ്ത് ഈ റേഡിയേഷൻ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അന്നേരമൊക്കെ എന്റെയോ ദൈവം ബലം പറ്റിയെന്ന് പറയാം. അന്നേരം അത് കഴിഞ്ഞ് ഇങ്ങനെ 2006 ആയപ്പോഴത്തേക്കിന് എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രസിന് ക്യാൻസർ വന്നിട്ട് യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് 2009 ആയപ്പോൾ എൻ്റെ കാലിന്റെ തള്ളവിരലിന്റെ അടിയിൽ ഒരു ഊണ്ട് എങ്ങനെയോ വന്നു. അത് ഒരു കാലീസ് വന്നിട്ട് അതിനകത്തൂടെ ഇൻഫെക്ഷൻ ആയി. അത് പലരും കണ്ടവർ പലരും ഓർത്തു എനിക്ക് ക്യാൻസർ തിരികെ വരുവാന്ന്. എനിക്ക് കാരണം ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ ഫുഡ് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുമായിരുന്നു, അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിന് ട്രീറ്റ്മെന്റ് ഏതാണ്ട് 1 മാസത്തോളം ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തു. എവറി 3 years എനിക്ക് എന്തെങ്കിലും ഉണ്ട്. 2012-ലും 2015-ലും ബ്രസ്റ്റിന് അവരുടെ ഇത് ചെയ്തേച്ച് അൾട്രാസൗണ്ടും ഒക്കെ ചെയ്തേച്ച് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2018 ആയപ്പം ഞാൻ തലേ ദിവസം ഡോക്ടറുടെ അടുത്ത് പോയതാ. പിറ്റേ ദിവസം എൻ്റെ ചെവിയുടെ പുറകിലായിട്ട് ഒരു ചെറിയ ഗ്രോത്ത്, ഒരു വേദന. ഞാൻ തൊട്ട് നോക്കിയപ്പം ഇതാ. അപ്പൊ ഞാൻ ഓൺകോളജി ജോലിയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടെന്ന്. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് അവരുടെ ഇതിനകത്ത് നോക്കി വെച്ച് CT ചെയ്തു. CT നോക്കിയപ്പോഴാണ് അറിയുന്നത് എനിക്ക് ക്യാൻസർ, ഫോളിക്കുലർ ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഗ്രോത്ത് ഇത് പ്ലിയോമോർഫിക് അഡിനോമ എന്ന് പറയുന്ന ഒരു ഗ്രോത്ത്, അത് കളഞ്ഞിട്ട് ബിനൈനായിട്ടുള്ള ട്യൂമറാ. അത് സർജറി ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞ കീമോ എടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് കീമോ വേണ്ട. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഞാൻ ചെയ്യുന്നിടത്തെ ഡോക്ടറും ഞങ്ങളുടെ ഡയറക്ടറും എല്ലാവരും പറഞ്ഞു ഞാനും എടുത്തിട്ടുള്ളതാ, കുഴപ്പമൊന്നുമില്ല, നീ അത് എടുക്കുക. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അവസാനം ഞാൻ അങ്ങ് സമ്മതിച്ചു. അതിന് കീമോ എടുത്ത് 2 പ്രാവശ്യം എവറി 3 weeks 2 ടൈപ്പ് കീമോ തന്നോണ്ടിരുന്നു. അത് എടുത്ത് കുഴപ്പമില്ലാതെ എടുത്തു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു ഇത് ക്യാൻസർ ക്യൂറബിൾ അല്ല, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മെയിൻ്റനൻസ് ഡോസ് എന്നും പറഞ്ഞ് എവറി 2 months ഒരു കീമോ എടുക്കണം. അങ്ങനെ 4 കീമോ എടുത്തു. അത് കീമോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡിന്റെ വാക്സിൻ എടുത്തത്. കോവിഡിന്റെ വാക്സിൻ ഒക്കെ കമ്പൽസറി ആണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ കോവിഡിന്റെ വാക്സിൻ 3 എണ്ണം എടുത്തു. ബൂസ്റ്റർ ഡോസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നേരത്തെ എനിക്ക് വന്ന ആ ബ്രസ്റ്റിൽ തന്നെ പിന്നെയും റെഡ്നെസ്സും സ്വെല്ലിങ്ങും വന്നു. അപ്പം സ്റ്റേജ് 3 ഇതായി ക്യാൻസർ ആണെന്നും പറഞ്ഞ് അവർ ഡയഗ്നോസ് ചെയ്തു. അപ്പം പിന്നെയും ട്രീറ്റ്മെന്റ് തുടങ്ങി. അതിന് ആദ്യമേ 2 ടൈപ്പ് കീമോ, ടാക്സോളും കാർബോപ്ലാറ്റിൻ എന്ന് പറഞ്ഞ 2 ടൈപ്പ് കീമോ 12 എണ്ണം എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ
ഒരു കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ കൗണ്ട് ഒക്കെ കുറയുന്നു. അപ്പം പല പ്രാവശ്യവും എൻ്റെ കൗണ്ട് കുറവായതുകൊണ്ട് കീമോ തരാതെ അവരെന്നെ വിട്ടു വീട്ടിൽ. പല പ്രാവശ്യമായപ്പോ പിന്നെ അവർ ആ ഡോസ് കുറച്ചിട്ടും വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിന് ബ്ലഡ് കൗണ്ട് കൂടാനായിട്ട് ന്യൂപ്പോജൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ചില ആഴ്ചകളിൽ 3 ചില ആഴ്ചകളിൽ 4. അപ്പം ഇത് ഒരു ഇഞ്ചക്ഷന് അവര് ചെറിയ ഇഞ്ചക്ഷനാ, പക്ഷെങ്കിൽ അതിന് ഇൻഷുറൻസ് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന $2390 ഒറ്റ ഇഞ്ചക്ഷന്. അപ്പം ചില ആഴ്ചയിൽ 3 ചില ആഴ്ച 4 വീതം തന്നിട്ടും ഇത് കൂടാഞ്ഞപ്പം അത് പിന്നെ ഒരു മെഡിസിൻ അവരങ്ങ് നിർത്തി. അതെനിക്ക് 12-നകത്ത് 6 ഡോസേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മറ്റേ ഡോസ് 12 എണ്ണവും തന്നു കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കിന് അത് പിന്നെയും കൂടിയിരിക്കുന്നു, ഗ്രോത്ത് പിന്നെയും വളർന്നു, അഗ്രസീവ് ടൈപ്പ് ക്യാൻസർ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരോർത്ത് എന്നാൽ പെട്ടെന്ന് സർജറി ചെയ്യാമെന്നും പറഞ്ഞിരുന്നപ്പോൾ സർജറിക്ക് ഡേറ്റ് കിട്ടാൻ ഇച്ചിരി താമസം വന്നത് കൊണ്ട് പറഞ്ഞു വെച്ചുകൂടെ കൂടിയ കട്ടിയായിട്ടുള്ള ഒരു കീമോ ഉണ്ട്, ഡോക്സിറൂബിസിൻ സൈക്ലോഫോസ്ഫാമൈഡ് എന്ന് പറയുന്ന 2 കീമോ. അത് ഒരു ഡോസ് തന്നേച്ച് സർജറിയുടെ ഡേറ്റ് ജനുവരി 22, 2022 ജാനുവരി 6 സർജറി പോസ്റ്റ് ചെയ്തേച്ച് അതിന് മുമ്പായിട്ട് പ്രീ-ഓപ്പായിട്ട് ഇത് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ കോവിഡ് പോസിറ്റീവ്. എനിക്ക് അന്നേരം ഒന്നും സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. 15-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കിന് ചുമ തുടങ്ങി. ഞാനൊരു 12 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിൽ വന്നു. പിന്നെ അവർക്ക് സർജറി ചെയ്യാൻ മേലാതായി. കോവിഡിന്റെ കഴിഞ്ഞിട്ട് ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അനസ്തീഷ്യ തരാൻ മേല എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് പിന്നെ ഈ കീമോ തന്നെ ഒന്നുകൂടെ തന്നു, ഈ ഡോക്സിറൂബിസിൻ സൈക്ലോഫോസ്ഫാമൈഡ്. അതൊന്നുകൂടെ തന്നപ്പോഴത്തേക്കും എൻ്റെ കൗണ്ട് ടോട്ടലി കുറഞ്ഞിട്ട് എനിക്ക് ന്യൂട്രോപിനിക് ഫീവർ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആ സമയത്ത് എന്നിട്ട് പിന്നെ അന്നേരത്തേക്കിന് എൻ്റെ ബ്രസ്റ്റിനങ്ങ് ഇത് ഭയങ്കരമായിട്ട് പെയിനായി. ഫ്ലൂയിഡ് ബാസ് എല്ലാം കൂടെ അങ്ങ് കളക്ട് ചെയ്ത് ഭയങ്കര വേദന. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പ്ലീസ് ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഞാൻ പോട്ടെ, എനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണ്ട. അന്നേരം ഹസ്ബൻഡ് കണ്ണുനീരോടെ പറഞ്ഞു, ഇല്ല, ദൈവഹിതത്തിനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പിറ്റേ അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവരെനിക്കത് ഇതാക്കി തന്നു, സർജറി ചെയ്ത് പസും ഇതും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. അത് കഴിഞ്ഞ് അതൊരു ചെറിയ ഹോള് പോലായിരുന്നു. പക്ഷെങ്കിൽ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ട്യൂമർ വളർന്ന് പിന്നെ ഡെയിലി ഡ്രസ്സിങ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അവർ റേഡിയേഷൻ തന്നു. റേഡിയേഷൻ തരുമ്പോഴേ ഓൾറെഡി എൻ്റെ അതിന് മുമ്പായിട്ടൊരു MRI ചെയ്തപ്പോൾ എൻ്റെ ബോണയിലും മസിലിലും ഈ ട്യൂമർ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം എന്നാൽ റേഡിയേഷൻ തന്നാൽ ഇതിന് ഈ ബോണയെന്ന് വിട്ടുകിട്ടുമോ എന്നറിയാനായിട്ട് അവർ റേഡിയേഷൻ ചെയ്തു. ആദ്യമേ 30 ചെയ്തു, പിന്നെ 11 കൂടെ ചെയ്തു. എന്നിട്ടൊന്ന് വ്യത്യാസം ശകലെങ്ങാണ്ട് വ്യത്യാസമുണ്ട്, എന്നാൽ കംപ്ലീറ്റ് വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നെ എൻ്റെ ഇൻഷുറൻസ് മാറി. പിന്നെ എനിക്ക് MD ആൻഡേഴ്സണിൽ പോകാവുന്ന ഇത് വന്നു. അതിനു മുമ്പ് ഞാൻ കെൽസിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 14 വരെ ഉള്ളൂ MD ആൻഡേഴ്സ് ചെയ്ത്. അത് കഴിഞ്ഞ് കെൽസിയിൽ ഇവിടെ കെൽസി അതിനകത്ത് പോയിക്കൊണ്ടിരുന്നു. പിന്നെ MD ആൻഡേഴ്സിൽ ചെന്നപ്പോൾ അവർ പിന്നെ പറഞ്ഞു ഒരു കീമോയും കൂടെ തരാമെന്ന്. ആ കീമോയും തന്നിട്ട് എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ട്യൂമർ ചെറുതായിട്ട് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം സൈഡിൽ കൂടെ എല്ലാം ഗ്രോത്താണ്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞു വേറൊരു കീമോ. ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത്രയും കീമോ എടുത്തിട്ട് ഇത് ഒരു വ്യത്യാസവും ഇല്ലല്ലോ. 58 കീമോ 8 ഇമ്മ്യൂണോതെറപ്പി ഞാൻ എടുത്തത്, 41 റേഡിയേഷൻ എടുത്ത്. ഇതൊന്നും ആയിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. ഇനി എനിക്ക് എൻ്റെ സർജറി ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പം ഞങ്ങളുടെ ഓൺകോളജിസ്റ്റ് ഡോക്ടറും പറഞ്ഞു അവിടെ സർജറി ചെയ്യാമെങ്കിൽ നല്ലതാണ്. കാരണം ഈ കീമോ എല്ലാം എടുത്തിട്ട് എൻ്റെ കേൾവി കുറഞ്ഞു, കാഴ്ച കുറഞ്ഞു, കോൺസെൻട്രേഷൻ പ്രോബ്ലമായി, അങ്ങനെ പല വിധത്തിലുള്ള ഞാൻ ഡോക്ടറോട് എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പൊ ഡോക്ടർ തന്നെ ഓൺകോളജിസ്റ്റ് തന്നെ സർജനോട് ചോദിച്ചു, നിങ്ങൾക്ക് സർജറി ചെയ്യാമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഏതായാലും
22 23 മെയ് 30 ദൈവകൃപയാൽ എൻ്റെ സർജറി ചെയ്യുവാനിടയായി. 7 മണിക്കൂർ നിന്ന സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും കട്ടിലേക്ക് കിടക്കാൻ പറ്റുകയില്ല, റിക്ലൈനറിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ ആയിരുന്നു. 1 മാസത്തോളം അങ്ങനെ റിക്ലൈനറിൽ ഇരിപ്പും ഉറക്കവും എല്ലാം അങ്ങനെ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ എന്നെ വളരെ, അത് തന്നെയല്ല, എൻ്റെ ചർച്ചിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു. അയ്യോ ദൈവമേ, സ്തോത്രം. ഞാൻ 2003 ഞങ്ങളുടെ ചർച്ചിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അന്നേരം ചർച്ചുകാർ മാത്രം മിക്കവാറും പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീട്ടുകാരെ എന്നെ അറിയുന്നവരങ്ങനെ. ഇതാ വന്നപ്പോഴത്തേക്കിന് ചർച്ച ഒരു കർത്തദാസൻ എന്നോട് പറഞ്ഞത്, സോസാമസോസിന് വേണ്ടി ഹൂസ്റ്റൺ ഹെബ്രോൻ ചർച്ച് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഹൂസ്റ്റണിലുള്ള എല്ലാ ചർച്ചുകാരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. ഞാൻ രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നൊരു സംശയം വരത്തക്കവണ്ണം ആയി. ചർച്ച ഭാഷ എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നേരത്തെ ഇരുന്ന ഭാഷ അപ്ഡേറ്റ് ചെയ്തു. ഭാഷയുടെ വൈഫാണെങ്കിൽ എനിക്ക് വേണ്ടി ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വെച്ച് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ പുതിയ ഭാഷ വന്നു. 22 ഭാഷ വന്ന്, അല്ല 22 ഭാഷ വന്നിട്ടും ഭാഷ ഇങ്ങനെ അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നോണ്ടിരിക്കുന്നോണ്ട് ചർച്ചയെല്ലാം ഇപ്പോഴും എന്നെ കാണുമ്പോൾ ചിലർ കരഞ്ഞേച്ച് പറയും, ദൈവം എന്തൊരു അത്ഭുതമാ ചെയ്തതെന്ന്. കാരണം അവര് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നുള്ളത് ദൈവജനത്തിന്റെ കണ്ണുനീര്. കാരണം ഇത്രയും ഇപ്പോഴും എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ക്യാൻസറിന്റെ സർജറി ചെയ്ത് ഇത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും കാരണം ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ അത് പെട്ടെന്ന് തിരികെ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെ അത് അവള് കംപ്ലീറ്റ് ഫസ്റ്റ് കീമോ തന്നെ അവൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവള് ലോകത്തിൽ നിന്ന് കടന്നുപോയി. അതുപോലെ ഞാൻ അനേകരുടെ കണ്ടിട്ടുണ്ട്, 1 വർഷത്തിനകം അല്ല 1.5 വർഷത്തിനകം അത് തിരിച്ചു വരും. എന്നാൽ കഴിഞ്ഞ 1.5 വർഷം ജീവനോടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ഇനിയും തരുന്ന കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, അതേ ഉള്ള എൻ്റെ ആഗ്രഹം. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനങ്ങളുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ രാവിലെ ഉച്ചയ്ക്കും ഒരു പ്രെയർ ലൈനുണ്ട്. ഇപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട്. ആ പ്രെയർ ലൈനിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൂടാതെ പേഴ്സണലായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മീറ്റിങ്ങുകളിലും പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവം പ്രാർത്ഥന കേട്ട് ഞാനൊരിക്കൽ തമാശ പറഞ്ഞു, കർത്താവിന് 1 മിനിറ്റ് പോലും ബ്രേക്ക് കൊടുക്കാതെ എല്ലാവരും പ്രാർത്ഥനയാണ്. അത് വാസ്തവമാണ്. അതുപോലെ പ്രാർത്ഥന എനിക്ക് കിട്ടി. എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും പറയാറുണ്ട്, ഇതുപോലെ പ്രാർത്ഥന കിട്ടിയ ആൾക്കാർ കുറവായിരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകർ പ്രാർത്ഥിച്ചു. കൂട്ടുകാരൊക്കെ, എൻ്റെ ഒരു കൂട്ടുകാരി പറയാറുണ്ട്, താങ്കൾക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കാത്തത്? എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചത്. അങ്ങനെ അനേകർ ഞാൻ അറിയാത്തവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു പ്രയർ ലൈനുണ്ടല്ലോ, അതിനകത്തും പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ലൈനിലും എന്നെ അറിയാത്തവർ പോലും ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ ഈ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രയാസമൊക്കെ വന്നു. തനിക്ക് ഒരു ബ്രീത്തിങ് പ്രോബ്ലം സഡൻലി ഉണ്ടായി. പല പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെറുതായിട്ടുണ്ടായി. ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പോലെ വന്നു. വയറ്റിൽ നിന്ന് ഏതാണ്ട് കയറി വരുന്ന പോലെ നോക്കിയിട്ട് ഒരു ബ്രീത്തിങ്ങിന് പ്രോബ്ലം. അപ്പം ഞങ്ങൾ ഓർത്ത് GIയുടെ പ്രോബ്ലം ആണെന്നുകൊണ്ട് GIയെ കണ്ടു. പക്ഷെങ്കിൽ ഓഗസ്റ്റ് 30 രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ്, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു, രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് ആകമാനം ഒട്ടും ബ്രീത്തിങ്ങിന് പറ്റുന്നില്ല. ആകമാനം വേർത്ത് വലിവുകാർ വലിക്കുന്നത് പോലെ വല്ലാതെ വന്നു നോക്കി. അങ്ങനെ അതറിഞ്ഞ് പിന്നെ 911 വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 4 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അന്നേരം അറിഞ്ഞു ഹാർട്ട് ഫെയിലിയർ ആണെന്ന് അറിഞ്ഞു. എനിവേ അതിനൊക്കെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം ദൈവം പൂർണ്ണ സമാധാനത്തിൽ ഞങ്ങളെ നടത്തുന്നു. എന്തെല്ലാം വന്നാലും കർത്താവ് അറിയാതെ ഒന്നും വരത്തില്ലെന്നുള്ള ധൈര്യം കർത്താവ് തന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരു ദൈവവേദലാണെന്നുള്ളതാണ്. ഏതവസ്ഥയിലും കർത്താവിന്റെ സന്നിധി ചെന്നൊന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. എൻ്റെ മാതാവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഹൂസ്റ്റലിൽ തന്നെ ഉണ്ട്, എൻ്റെ സഹോദരിയുടെ കൂടെ ഉണ്ട്.
അപ്പൊ അമ്മ ആ ബോൾഡ് സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് ഞങ്ങളെല്ലാം ആ ഭാഗത്തായി തീരുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേരും ഈ സത്യം അറിയാത്തവരാണ്. എൻ്റെ കൂട്ടുകാരൊത്തിരി പേരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവിന്റെ വരവേറ്റവും എടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരാരും നശിച്ചു പോകരുത്. അതോർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ലൈനിലായിട്ട് നന്ദിയോടെ സ്തോത്രം. സുബീന അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ടോ അതിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിമാരെ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും തെറ്റോ പറ്റിയോട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ. പ്രൈസ് ലോർഡ്. താങ്ക് യു ആന്റി. അനുഗ്രഹീതമായ സാക്ഷ്യം ഞങ്ങളെ കേൾപ്പിച്ചു. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി ആയിരുന്നു. കർത്താവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചു. കർത്താവിനെ കൊച്ചു പ്രായത്തിൽ തന്നെ സ്വീകരിപ്പാനും കർത്താവിനെ മനസ്സിലാക്കുവാനും ഇടയായി. ഞാന് ഇവിടുന്ന് ഈ സാക്ഷ്യം കേട്ടപ്പോ ചിന്തിക്കുക, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പച്ചനെ തിരുത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു വലിയ ഒരു ജ്ഞാനം, ഒരു ജ്ഞാനത്തിന്റെ ആത്മാവ്. നമ്മൾ അറിയാത്ത കാര്യം എന്താ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് എന്നുള്ള ഒരു ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ദൈവം നിറച്ചു. കർത്താവ് അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോഴേ ആന്റിയെ കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ കഷ്ടതയുടെ നടുവിലൂടെയും ഈ പ്രതികൂലത്തിന്റെ നടുവിലൂടെയും ഒക്കെയും കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത്. ഞാന് കേട്ടപ്പോ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ 58 കീമോ ശരീരത്തിന് താങ്ങുന്നതിനപ്പുറമാ. ഏകദേശം 4 പ്രാവശ്യം ക്യാൻസർ വന്നു അല്ലേ? അപ്പൊ ഈ 4 പ്രാവശ്യം ക്യാൻസർ വന്ന് 58 കീമോ, 8 ഇമ്മ്യൂണിയൻ തെറാപ്പി എടുത്തു, 41 റേഡിയേഷൻ. ഇതൊക്കെ ശരീരത്തിന് താങ്ങുന്നതിലപ്പുറമാ. ഞാൻ ചിന്തിക്കുകയാണ്, നമുക്ക് രോഗം വരുന്നതും പ്രയാസം വരുന്നതും ഒക്കെ നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ ദൈവം നമ്മളെ അവിടെ താങ്ങിക്കഴിഞ്ഞാൽ, ബലഹീനതയിൽ തുണ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. ഇപ്പോ ഇത്ര കീമോ കഴിഞ്ഞ ആളാണെന്നോ ഇത്ര റേഡിയേഷൻ കഴിഞ്ഞ ആളാണെന്നോ ഒന്നും കണ്ടാ പറയത്തില്ല. നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് കർത്താവാക്കി വെച്ചേക്കുകയാണ്. സ്തോത്രം. ഇത് അനേകർക്ക് ഒരു ആശ്വാസമായി മാറട്ടെ. ഒരു വെള്ളരിപ്രാവായിട്ട് ആമേൻ, ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ തന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ആമേൻ സാക്ഷ്യം താൻ പറഞ്ഞു. മാത്രമല്ല പ്രാർത്ഥനാ വീരയായിട്ട് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് പലർക്കും ഇല്ലാത്ത ഒരു ഭാഗ്യമാണ്. റെയറാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. എല്ലാവരും കർത്താവിന്റെ വേലയിലൊക്കെ ആണെങ്കിലും ഈ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുക, പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് അതിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ഈ 58 കീമോ ഒക്കെ ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരും മടുക്കും. കാരണം അതിന്റെ പിൻപിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട്. അവരെ ശുശ്രൂഷിക്കണം, സാമ്പത്തിക ചെലവുകള്, അതിന്റെ പിൻപിൽ ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ സാധാരണ ആൾക്കാർ മടുക്കും. അയ്യോ എനിക്ക് വേണ്ട, എന്റെ ജീവിതം കർത്താവ് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പം ഇല്ല, ഞാൻ പ്രാർത്ഥിച്ച് മടക്കി എടുക്കുന്ന ആ ഉള്ളിന്റെ സ്നേഹം അത്ര വലുതാണ്. ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഇന്ന് അനേക സഹോദരന്മാർ എന്നോട് പറയാറുണ്ട്, എന്തെങ്കിലും നിസാര രോഗം വരുമ്പോഴത്തേക്ക് നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തേണ്ട സ്ഥാനത്ത് അവരെ അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥകള്. സങ്കടത്തോടെ നല്ല ആരോഗ്യമുള്ള കാലത്ത്, സൗന്ദര്യമുള്ള കാലത്ത് അവരിൽ നിന്ന് എല്ലാ നന്മകളും അനുഭവിച്ചവർ ചെറിയ രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മറ്റു വഴികൾ തേടുന്ന അവസ്ഥകൾ, ഇതൊക്കെ കണ്ടും കേട്ടും ആമേൻ ജീവിതത്തിൽ അനേകരുടെ സാക്ഷ്യങ്ങൾ, അനേകരുടെ വേദനകൾ കൗൺസിലിങ്ങിനായിട്ട് എന്നോട് പലരും പറയുമ്പോൾ എൻ്റെ ഹൃദയം പലപ്പോഴും വേദനിക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിനൊക്കെ മറിച്ച് ഇത്ര അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം, നല്ലൊരു കുടുംബ ജീവിതം കർത്താവ് ജീവിതത്തിൽ തന്നു. എന്നാൽ അല്പവേദനകളൊക്കെ ശാരീരികമായിട്ട് ഉണ്ടാകേണ്ടി വന്നുവെങ്കിലും ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന അനേക ക്യാൻസർ രോഗികളുണ്ട്.
അവരോട് എന്താണ് ആന്റിക്ക് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? എന്തെങ്കിലും ഒന്ന് പറയുവാനുണ്ടോ? ഇന്ന് ഇത്രയും 58 കീമോ ഒക്കെ ചെയ്ത് ഇത്രയും ഈ 1041 റേഡിയേഷൻ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ ക്ഷീണിക്കും മടുക്കും. എന്നാൽ ഇങ്ങനെയുള്ളവരോട് എന്തെങ്കിലും ആന്റിക്ക് ഒരു സജഷൻ പറഞ്ഞു കൊടുക്കുവാനുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. ജീവിതത്തിന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് എന്താണ് വാക്കുകൾ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞാട്ടെ. എന്റെ അനുഭവത്തിൽ എന്നെ നിർത്തിയത്, ഒന്ന്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. എൻ്റെ അപ്പച്ചൻ വളരെ സ്നേഹമുള്ള ഒരു അപ്പച്ചനായിരുന്നു. ഒരു ചെറിയ ചുമ വന്നാൽ പോലും പെട്ടെന്ന് അതിനെന്തെങ്കിലും മരുന്ന് തരും. അപ്പം ഭയങ്കര കരുതലുള്ളതായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാ. അപ്പൊ ഇത് നന്മയ്ക്കാ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ആദ്യം ഈ കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആദ്യം അല്ല 2003 എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ കർത്താവിനെ കുറിച്ച് ഓരോരുത്തരോടൊക്കെ പറയും. അപ്പൊ അന്നൊക്കെ ജോലിയുടെ ഭാരം കൊണ്ട് അത്രയൊന്നും പറയാനൊക്കത്തില്ല, എങ്കിലും കുറച്ചൊക്കെ പറയും. 2003 ആയപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ഞാനും ഇതിലൂടെ കടന്നു പോകുന്നതായെന്ന് പറയുമ്പം അവരെന്നോട് ചോദിക്കും, നിനക്ക് കീമോ കിട്ടിയെന്ന്. ഇപ്പൊ കീമോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് കീമോ കിട്ടുന്ന പേഷ്യൻസ്, ഒന്നാമത് ഈ കീമോ പേഷ്യൻസ് എല്ലാം പിന്നെയും വരുന്നവരാണല്ലോ. അപ്പോഴത്തേക്കിന് അവര് എന്നെ ഓരോ പ്രാവശ്യവും, നീ ജോലി ചെയ്യുന്ന നിനക്ക് എങ്ങനെ എന്ന് പറയും. പക്ഷെങ്കിൽ ഞാൻ അന്നേരം സുവിശേഷം പറയാനും ട്രാക്ട് കൊടുക്കാനും ബൈബിൾ കൊടുക്കാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അതറിയാം. അവരന്നേരം ആരേലും ഇന്നാരെ ഒന്ന് പോയി കാണണേ, അവര് വളരെ ദുഃഖത്തിലാണ്, അവരുടെ ഡയഗ്നോസിസ് അറിഞ്ഞ് വളരെ ദുഃഖത്തിലാണ്, ഒന്ന് പോയി കാണണം, ഒന്ന് വർത്താനം പറയണമെന്ന് എൻ്റെ കൂട്ടുകാരെന്നോട് കൂടെയുള്ളവർ പറയും. അതുപോലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, കർത്താവേ, ഞാൻ എവിടെ ആയിരിക്കണം അവിടെ എന്നെ ആക്കണം. ജോലി തിരക്കൊക്കെ ഉള്ളതാ. ആരൊക്കെ ചില സമയത്തൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ എൻ്റെ കൂടെ മോർണിംഗ് ഷിഫ്റ്റിലുള്ളവർ പറയും, നൈറ്റിന് പോകുമ്പോഴേ, ആ പേഷ്യന്റ് ഭയങ്കര ശല്യക്കാരത്തെയാ കേട്ടോ, അതിനെ വേണ്ടെന്ന് പറയാം. ഞാനൊന്നും മിണ്ടത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞേച്ച് വന്നിരിക്കുന്നതിനാ, കർത്താവെ, നിന്റെ ഇഷ്ടമുള്ളിടത്ത് എന്നെ ആക്കണം. ശല്യക്കാരത്തെയാണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ എനിക്ക് ദൈവം തരണം. അതിനുവേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു. അതിനകത്ത് ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടെന്ന് എനിക്കറിയാം. കാരണം അവരുടെ ആ സന്തോഷവും ഇതുമൊക്കെ കണ്ടപ്പോൾ ഒരു 3-4 പേര്, അല്ലാതെ ഒത്തിരി പേരില്ല, എന്നാൽ ഒത്തിരി പേർക്ക് ട്രാക്ട് കൊടുക്കാനും ബൈബിൾ കൊടുക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ ഇതിനൊക്കെ എന്നെ നടത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. ഇതൊന്നും അല്ലാതെ എൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല, ദൈവത്തിന്റെ വലിയ കരുണയാൽ എന്നെ സഹായിച്ചു എന്നല്ലാതെ. ചിലപ്പം ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നപ്പോൾ സ്പാനിഷിന്റെ ട്രാക്റ്റും സ്പാനിഷ് ബൈബിളും ഒക്കെ കൊടുക്കും. എന്നുവെച്ചാൽ പിന്നെ ഞാനൊരു പ്രൊസീജിയർ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കിനും ചിലപ്പം ഹാർട്ട് സ്റ്റിക്ക് ആയ പേഷ്യന്റിനെ IV സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെ വിളിക്കും. ഞാൻ ചെന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് കിട്ടും. അപ്പൊ വേറൊരു യൂണിറ്റിലേക്ക് എന്നെ ഇങ്ങനെ ഇതിനെ വിളിച്ചപ്പം ഞാൻ ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ഒരു മലയാളി കൊച്ചായിരുന്നു, അവളാണ് ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്കറിയാം അത് കിട്ടുമെന്ന് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പോയി കിട്ടാനിടയായി. അതൊക്കെ ദൈവത്തിന്റെ കൃപയല്ലാതെ മെടുക്കൊണ്ടൊന്നും അല്ല. ഞാൻ വാസ്തവത്തിൽ ദുബൈയിൽ ഒരു ക്ലിനിക്കിലാണ് ജോലി ചെയ്ത്. ക്ലിനിക്കിൽ ഒരു 17 വർഷം ജോലി ചെയ്തേച്ച് വന്നിട്ടാണ് അമേരിക്ക വന്ന് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ദൈവം കൃപയോടെ നടത്തി. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയല്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കടന്നു പോകുന്നത് ദൈവം അറിയാതെ ഒന്നുമല്ല. ഇനിയും എത്ര നാള് ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ലഭിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നടക്കണം. അതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ സാക്ഷ്യം ഇങ്ങനെ പറയാനും അവസരം കിട്ടിയതും അനേകരിലൂടെ ദൈവാലോചന എൻ്റെ മക്കള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മിയോട് മമ്മിയെ ഒത്തിരി ദൈവം ഉപയോഗിക്കും, സാക്ഷ്യം പറയാൻ ദൈവം ഇടയാക്കുമെന്ന്. അപ്പോൾ എനിവേ ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. അതോർത്ത് സ്തോത്രം. തീർച്ചയായിട്ടും ക്യാൻസർ വന്നതിൽ നമുക്ക് പരിഭവമല്ല, സങ്കടമല്ല. ഇവിടൊക്കെയും ദൈവനാമം മഹത്വം എടുക്കാൻ ഇടയായി. ആന്റി പറഞ്ഞു 3-4 പേര് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. 3-4 പേരെന്ന് പറയുന്നത്, ഓരോ വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവെന്ന് പറയുന്നത് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. അപ്പൊ എത്ര ഭൂഖണ്ഡം വാങ്ങിച്ചു. ഹല്ലേലൂയ. ഇതാണ്
വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സാക്ഷീകരിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെ ഒക്കെ ദുർവിനിയോഗം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ മടിച്ചു പുറകോട്ടിരിക്കുമ്പം ചില സാഹചര്യങ്ങൾ ചില കുട്ടികളെ എന്താ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അറിയാമെങ്കിലും പേടിച്ചിട്ട് പറയാതിരിക്കും. അപ്പൊ അവനെ ഒന്ന് ഫോഴ്സ്ഫുള്ളി ഒന്ന് തുടങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞോളും എന്ന് പറഞ്ഞതുപോലെയാണ് ആന്റിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായത്. അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെ ക്യാൻസർ രോഗത്താലോ മറ്റിതര പ്രയാസങ്ങളാലോ കഴിയുന്നവരുണ്ടെങ്കിൽ ഞാനൊരു പ്രിയ പ്രേക്ഷകരോട് പറയട്ടെ, കർത്തദാസിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസത്തിലൂടെ കടന്നു പോയത് താൻ അതിനെ വേദനയോടെ അല്ല കാണുന്നത്. തന്റെ ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു സാക്ഷ്യമായി ദൈവം തീർക്കേണ്ടതിനാണ് കർത്താവ് ഇങ്ങനെ നൽകിയെന്നാണ് തന്റെ ദാസിയുടെ ജീവിതത്തിൽ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പലരും ഈ ക്യാൻസർ രോഗത്തെ ഭയപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, ഒരു പ്രിയ പിതാവ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ഉടനെ പോയി ആത്മഹത്യ ചെയ്തു. കാരണം അദ്ദേഹം പറയുന്നത്, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ധാരാളം പൈസ ആവശ്യമാണ്, പിന്നീട് ഇതിന്റെ വേദന സഹിക്കാൻ അസഹനീയമായ വേദന ഉണ്ടാകും, പിന്നീട് വളരെ ഇതിന് പിന്നിൽ ഭാരങ്ങൾ ഉണ്ടാകും. പക്ഷെ അദ്ദേഹം ആകെ ക്യാൻസർ ആണെന്ന് കേട്ടത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഒന്ന് പറഞ്ഞ് ക്യാൻസർ ആണ്, ബാക്കി ഒന്നും കേൾക്കാനോ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒന്നും അദ്ദേഹം നിന്നില്ല. അപ്പോഴേ പോയി ആത്മഹത്യ ചെയ്തു. ഞാൻ പറയട്ടെ, ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന വചനദീപ്തി സാക്ഷി കൂടാരത്തിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആരും നിരാശപ്പെടുവാൻ ഇടയാകരുത്. നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവൻ അനർത്ഥം വ്യസനകാരണമായി തീരേണ്ടി വന്നാലും യബ്ബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവൻ അമ്മയ്ക്ക് വ്യസനപുത്രനായിരുന്നു എങ്കിലും സഹോദരന്മാരുടെ നടുവിൽ അവൻ നിന്ദ്യനായിരുന്നു. എങ്കിലും അവൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ അതിരിനെ വിശാലമാക്കണം, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അവന്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുത്തി. പിന്നീട് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റി. സഹോദരങ്ങളുടെ നടുവിൽ അവനെ മാന്യനായി എണ്ണുവാൻ ദൈവം ഇടയാക്കി. അവന്റെ അതിരിനെ ഒക്കെ വിശാലമാക്കിയെങ്കിൽ പ്രാർത്ഥനയാണ് ഇതിന്റെ പിൻപിലെ വലിയ മരുന്നെന്ന് പറയുന്നത്. ഏതൊരു വിധത്തിൽ എന്തെല്ലാം ലോകപ്രകാരം ട്രീറ്റ്മെന്റ് ചെയ്താലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കാതെ ഒരു സൗഖ്യവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ കൊണ്ടെത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാനും സ്തോത്രം ചെയ്യുന്നു. കാരണം വിവിധ രോഗത്തിന്റെ നടുവിലൂടെയും പ്രയാസത്തിന്റെ നടുവിലൂടെയും കടന്നു പോകുന്ന ആയിരങ്ങൾ ഈ സാക്ഷ്യം കേൾക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സാക്ഷ്യം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തെ പിടിച്ചു നിർത്തട്ടെ. ആന്റി ഓർമ്മക്കുറവും ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും തന്റെ ജീവിതത്തിലെ എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ഇത്രയും കീമോ ഒക്കെ ചെയ്ത് ഈ ലൈഫ് ദൈവം ഇത്രത്തോളം നിർത്തുന്നല്ലോ. പല കാര്യങ്ങളും തനിക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിലും ഇത്രയൊക്കെ ഓർത്തെടുത്ത് വളരെ സന്തോഷവതിയായിട്ട് നമ്മോടൊത്തായിരിക്കാൻ ദൈവം ഇടയാക്കി. ഞാൻ വിശ്വസിക്കുന്നു ഇത് തന്റെ സുവിശേഷ വേലയുടെ മീഡിയയുടെ ഒരു സ്റ്റാർട്ടിങ് ആണ് എന്ന്. എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, എനിക്കിത് പേടിയാണ് പറയാനെന്ന്. എങ്കിലും ഇത് ദൈവത്താൽ സംഭവിച്ച് തന്റെ ദാസിയെ എൻകറേജ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നാളത്തേതിൽ പല മീഡിയകളിലേക്ക് തന്റെ ദാസിയെ ദൈവം ഉപയോഗിക്കട്ടെ. ലോക രാജ്യങ്ങളിൽ തന്റെ ദാസിയുടെ സാക്ഷ്യം എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെയുള്ളവരുടേതായ ജീവിതം അവരെ ഒരു കോണിൽ ഒതുങ്ങിയിരിക്കുവാനുള്ളവരല്ല. അവരുടെ സാക്ഷ്യം കേട്ട് പലർക്കും ബലം പ്രാപിക്കുവാനുണ്ട്. താനെ ഹല്ലേലൂയ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോ അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവനാമം മഹത്വപ്പെടുന്നതാണ്. ഇത് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ട് കർത്താദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. തുടർന്നും അനേകർക്ക് ആശ്വാസവും തണലുമായി മാറുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനേക സാക്ഷ്യങ്ങൾ ഇനി പറയുവാനുണ്ട്. ഇനിയും ഇതര മീഡിയകൾ കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുമ്പോൾ അവയൊക്കെയും പറഞ്ഞ് അനേകർക്ക് ആശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു നിമിഷം കർത്താദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അപ്പൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഇന്ന് വരെയും അങ്ങ് ഞങ്ങളെ നടത്തിയ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അവയിലൊക്കെയും
വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുവാനല്ല, മറിച്ച് ഒരു പടി കൂടി വിശ്വാസം വർദ്ധിപ്പിക്കുവാനും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും പ്രാർത്ഥനാ വീരരായി തീരുവാനും ദൈവത്തോട് അടുത്തു വരുവാനും ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തരുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, അനേക ലോക മനുഷ്യര് രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും കടഭാരത്തിന്റെയും ഒക്കെയും അവസ്ഥകളിലും ലോകത്തു നിന്നും ആത്മഹത്യ ചെയ്തല്ലോ മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കുന്ന കർത്താവ് ഒരു പ്രത്യാശ നൽകിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ജീവനോടെ ആയിരിക്കുന്നത്. ആകയാൽ കർത്താവെ, ഇന്ന് പകലിൽ ആരെങ്കിലും ഇങ്ങനെ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, കർത്താവെ, നീ അവരെ തൊടുമാറാകണമേ. ഈ സാക്ഷ്യം അവരുടെ ഹൃദയത്തിൽ എത്തിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ കടന്നു വരുന്ന ഓരോ സാക്ഷ്യവാചകങ്ങളും ഓരോ ഹൃദയങ്ങളെ തട്ടി ഉണർത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ചിലരെയൊക്കെ ഇതിലൂടെ കൂട്ടി വരുത്തുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഈ സാക്ഷ്യം അനേകർക്കൊരു ആശ്വാസവും ഹൃദയത്തിന് സമാധാനവുമായി തീരുവാൻ കാരണമാക്കണമേ. രോഗശാന്തിക്ക് കാരണമാക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിക്കായി അപ്പ പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് കർത്താവ് ഇത്രത്തോളം വരെ അനുഗ്രഹിച്ചല്ലോ. തുടർന്നും ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ തന്റെ ദാസിയെ മറച്ചു കൊള്ളേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽവേള ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. കലവറകൂടാതെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ. പിന്നെയും നമുക്ക് പുതിയൊരു സാക്ഷ്യമായി കണ്ടുമുട്ടും വരെയും ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ.